റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അബ്ബാസ് അറാക്ചി കൂടിക്കാഴ്ച നടത്തും. സമാധാന ചർച്ചകൾക്കായി ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്ന നിലപാടിലാണ് ഇറാൻ. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും ചേരുന്നു. മജുര, ഗുഡ് മോർണിംഗ്. ഒന്നാമത്തെ കാര്യം, അവിടെ ചൂടും പാമ്പൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ നടക്കുമോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുക ഇറാനിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതൃത്വം റഷ്യയിലേക്ക് പോകുന്നുണ്ട്. എന്താണ് ആക്ച്വൽ പ്ലാൻ? മജുര, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, അമൃത. ഹാഷ്മിയുടെ ആദ്യത്തെ ചോദ്യം, ചൂടും പാമ്പും ഉണ്ട്. അമേരിക്കയുടെ പല സ്ഥലങ്ങളിലും പല കാലാവസ്ഥയാണ്. ചൂടുള്ളിടത്ത് പാമ്പുണ്ട്, പക്ഷെ പാമ്പ് അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വീടുകളിലേക്ക് അങ്ങനെ വരാറില്ല. വാർത്തയിലേക്ക് വരുവാണെങ്കിൽ ഹാഷ്മി, വിഷപ്പാമ്പ് ന്യൂജേഴ്സിയിൽ ഏതാണ്ട് 18 മുതൽ 22 വരെ പാമ്പുകളുണ്ട്. അതിൽ 2 വിഷമുണ്ട്. പക്ഷെ അത് നമുക്ക് പാമ്പിനെ അങ്ങനെ നാട്ടിലെ പോലെ അങ്ങനെ കൊല്ലാനൊന്നും പറ്റത്തില്ല. വലിയ ശിക്ഷയാണ് ഏതെങ്കിലും ജീവജാലങ്ങളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ. ഇറാൻ ഹാഷ്മി, ഇറാനിലേക്ക് വാർത്തയുമായി വരികയാണെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോക്സ് ന്യൂസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. അപ്പോഴാണ് കൂടുതൽ വ്യക്തതയോടുകൂടി ട്രംപ് പറയുന്നത്. ചർച്ചകൾ ഫോണിലൂടെ നടത്താവുന്നതേ ഉള്ളൂ. അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അമേരിക്കയുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയുടെ അടുത്തേക്ക് വരാം. അമേരിക്ക കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാന്റെ എണ്ണ പൈപ്പ് ലൈനുകൾ വലിയ പ്രഷറിലാണ് ഇപ്പോഴെന്നും. ഈ പ്രഷർ താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാമെന്നാണ് ട്രംപ് ഒരു മുന്നറിയിപ്പ് പോലെ നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ സംഭരിക്കുവാൻ ഇറാന് മതിയായ സ്ഥലമില്ലാത്തതിനാൽ ഈ പൈപ്പ് ലൈനിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണ കാരണമാണ് ഇത്തരമൊരു അപകടാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഈ ഷിപ്പ് ട്രാക്കിംഗ് വെബ്സൈറ്റായ tanktrackers.com റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഇറാൻ അവരുടെ ക്രൂഡ് ഓയിൽ ഏതാണ്ട് 4.6 ദശലക്ഷത്തോളം ബാരൽ എണ്ണ ഈ കപ്പലുകളിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി എണ്ണ സംഭരിപ്പിക്കാനുള്ള ഈ സൗകര്യം ഇറാൻ ഇതിലൂടെ ലഭിക്കും. അതുപോലെ ഈ ഇസ്ലാമാബാദിൽ അബ്ബാസ് അറാക്ചി അവരുടെ വിദേശകാര്യമന്ത്രി ഇറാന്റെ തിരിച്ചെത്തിയിരുന്നു. തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച അദ്ദേഹം ഒമാനിലേക്ക് പോയിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം വീണ്ടും പാകിസ്ഥാനിലെ രാത്രിയോടുകൂടി എത്തി. അവിടെ സൈനിക മേധാവി അസീം മുനീറുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തി. ഈ അയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ചകൾ തുടരുന്നോണ്ടാണ് ഇത്തരം അപ്രതീക്ഷിത വിസിറ്റ് നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. ഈ ചർച്ചകൾക്ക് ആണവ വിഷയവുമായി ബന്ധമില്ലെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഇറാന്റെ ചില നിബന്ധനകളുണ്ട്. അത് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനെ അറിയിക്കുക എന്നതാണ് അറാക്ചിയുടെ പ്രധാന അജണ്ട എന്നാണ് പറയുന്നത്. അതേസമയം ഇറാന് പരോക്ഷ പിന്തുണയുമായി റഷ്യ വന്നിരിക്കുകയാണ്. അമേരിക്ക ഇറാനെതിരെ പുറപ്പെടുവിച്ച അന്ത്യശാസനകൾ വിലപ്പോവില്ലെന്ന് റഷ്യയുടെ വിയന്നയിലെ പ്രതിനിധിയുണ്ട്, മിഖായിൽ ഉലിയനോവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്ക ബ്ലാക്ക് മെയിലിംഗും അതുപോലെ ഈ അന്ത്യശാസനകളും അവസാനിപ്പിക്കണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. ഹാഷ്മി, അമൃത. ചേട്ടാ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഒരു പരിപാടിക്കിടെ ഹോട്ടലിലുള്ള ആക്രമണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രതിയെ പിടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇപ്പോൾ അയാൾ സഹോദരന് കൊടുത്ത ഒരു കത്തൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. എന്താണ് ഈ കത്തിൽ പറയുന്നത്? ഇയാൾ കൂടുതൽ ആളുകളെ ലക്ഷ്യമിട്ടിരുന്നു എന്നാണോ? അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരുടെ സ്വഭാവം അമൃത ഒരുപക്ഷെ വീഡിയോയിൽ കൂടെ കണ്ടു കാണുമല്ലോ. ആ കിട്ടിയ സമയം കൊണ്ട് മേശപ്പുറത്തിരുന്ന പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോ അത് ഞാൻ വാക്ക് ഉപയോഗിക്കാതിരുന്നതാണ്. കോഴിക്കാലം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചതാണ്. ഹാഷ്മി, എനിവേ താങ്ക് യു. ഒരുപാട് ഈ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ വാർഷിക അത്താഴം എന്ന് പറഞ്ഞാൽ ഏറെ ആൾക്കാർ നോക്കുന്നതാണ്. പഴയ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബറാക് ഒബാമ ഡൊണാൾഡ് ട്രംപിനെ അവിടെ ഇരുത്തി റോസ്റ്റ് ചെയ്യിപ്പിക്കുന്ന കാണാം. ഈ വാർഷിക അത്താഴ വിരുന്നിലാണ് ഇത്ര വലിയ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച നടന്നത്. തുടർച്ചയായിട്ട് ഈ വധശ്രമങ്ങൾ ഡൊണാൾഡ് ട്രംപിന് നേരെ നടക്കുമ്പോൾ പോലും ഈ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിന്റെ തൊട്ടു മുമ്പിലാണ് ഇത്തരം വലിയൊരു ഈ വിഷയം നടന്നിരിക്കുന്നത്. ഈ അറസ്റ്റിലായ പോൾ തോമസ് അലന്റെ കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെടിവെപ്പിന് മുമ്പ് സഹോദരന് കൈമാറിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ പോലീസിന്റെ ലഭിച്ചിരിക്കുന്നത്. ആഗോള പ്രശ്നങ്ങളെ പറ്റിയും അതുപോലെ തീവ്ര രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ വെച്ചു പുലർത്തുന്ന ഒരാളാണ് അലൻ എന്നാണ് അലന്റെ സഹോദരി പറയുന്നത്. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയ്ക്ക് ഉടനീളം നോ കിങ്സ് എന്ന് പറഞ്ഞ വലിയ പ്രതിഷേധ റാലികളിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത ഒരാളും കൂടാണ് അലൻ. ഒരുപാട് ക്യാബിനറ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നവർ പങ്കെടുത്തതാണ്. അവരെയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഹാഷ്മി, അമൃത.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.